ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ ഞായറാഴ്ച കാര്യവിചാരക ഞായറായി, സ്റ്റിവേർഡ്ഷിപ്പ് സൺഡേ ആയി ദക്ഷിണേന്ത്യ സഭ ആഘോഷിക്കുന്ന ദിവസമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധ്യമാവുകയും ചെയ്യുന്ന ദിവസമാണ് ഈ ദിവസം. വ്യത്യസ്ത നിലകളിലാണ് ദൈവം തന്റെ വിഭവങ്ങളെ നമ്മുടെ മേൽ നൽകിയിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുമ്പോൾ ഈ സൃഷ്ടിയെ സൃഷ്ടിതാവ് നമ്മുടെ മേൽ നൽകിയിരിക്കുകയാണ്. ആരാണ് കാര്യവിചാരകന്മാർ? ദാസന്മാരാണ് കാര്യവിചാരകന്മാർ. ദാസന്മാരിൽ ഏറ്റവും വിശ്വസ്തരായവരാണ് കാര്യവിചാരകന്മാർ. ഏറ്റവും വിശ്വസ്തരായ ദാസന്മാരെയാണ് ദൈവം കാര്യവിചാരകന്മാരായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ അനേകം യജമാനന്മാരുടെ ദാസന്മാരെയും കാര്യവിചാരകന്മാരെയും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ കാര്യവിചാരകനായിരുന്നു എലയാസർ. എലയാസറിന് തന്റെ കുടുംബത്തിൽ തന്റെ മകന് തുല്യമായ സ്ഥാനം അബ്രഹാം നൽകിയിരുന്നു എന്നാണ് പഴയ നിയമ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. പൊത്തിഫോറിന്റെ ഭവനത്തിൽ അടിമയായിട്ട് കടന്നുപോയ യോസേഫ്, എന്നാൽ സ്വന്തം ഭാര്യയെ ഒഴികെ സകലതിനെയും യോസേഫിന്റെ കരങ്ങളിൽ നൽകി യോസേഫിനെ ദാസന്മാർക്കിടയിൽ കാര്യവിചാരകനായി പൊത്തിഫോർ നിയോഗിച്ചു എന്നാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. പൂർണ്ണമായ വിശ്വാസത്തോടെ തന്റെ സാന്നിധ്യമുള്ളപ്പോഴും തന്റെ അസാന്നിധ്യത്തിലും തനിക്ക് പകരമായി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് യജമാനന്മാർ ദാസന്മാരെ കാര്യവിചാരകന്മാരായിട്ട് ഏൽപ്പിക്കാറുണ്ട്. ഈ ദൗത്യത്തോടെ ദൈവം നമ്മെ കാര്യവിചാരകന്മാരായിട്ട് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ്. ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നതാണ്. വിശ്വസ്തരായി കണ്ട് ദൈവം നമ്മെ കാര്യവിചാരകന്മാരായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ കാര്യവിചാരക ഞായറിൽ ദക്ഷിണേന്ത്യ സഭ ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വിഷയം വില കണക്കാക്കാതെ നൽകുക എന്നതാണ്. വില കണക്കാക്കാതെ നൽകുക, ഗിവിംഗ് വിത്തൗട്ട് കൗണ്ടിങ് ദ കോസ്റ്റ്. കാര്യവിചാരക ഞായറായ ഈ ദിവസം നൽകുന്നതിനെ കുറിച്ചും വിലമതിക്കാതെ നൽകണമെന്നതിനെ കുറിച്ചും വില കണക്കാക്കാതെ നൽകണമെന്നതിനെ കുറിച്ചുമൊക്കെ നാം ചിന്തിക്കുമ്പോൾ കാര്യവിചാരകന്മാരായ നമ്മിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നുവെന്നാണ് ഈ വേദഭാഗങ്ങളിലൂടെ നാം ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് വില കണക്കാക്കാതെ നൽകുവാനായിട്ട് കഴിയുക? ഒരു കാര്യവിചാരകൻ എന്ന നിലയിൽ നാം വിശ്വസ്തരാണോ അല്ലയോ എന്നത് നൽകലിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ഹിതവും ക്രിസ്തുവിന്റെ മാതൃകയും അനുസരിച്ചുള്ള ഒരു ദാനശീലത്തിലേക്ക്, ഒരു ദാന ജീവിതത്തിലേക്കുള്ള വിളിയാണ് ഇന്നത്തെ ധ്യാന ചിന്തകൾ. പഴയ നിയമ വേദഭാഗം, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 8 മുതൽ 18 വരെയുള്ള വേദഭാഗം, അത് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത ഇതാണ്: കാര്യവിചാരകത്വം ദൈവാശ്രയത്തോടെ നൽകുക. കാര്യവിചാരകത്വം ദൈവ ആശ്രയത്തോടെ നൽകുക. ദൈവത്തിന്റെ വിളികേട്ട് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമിനോടൊപ്പം ഭാര്യയായ സാറയുണ്ട്. അതോടൊപ്പം തന്റെ സഹോദരപുത്രനായ ലോത്തും ഉണ്ട്. ദൈവ വിളികേട്ട് ഇറങ്ങിയ അബ്രഹാമിന്റെ വിളികേട്ട് ഇറങ്ങിയ ലോത്തും. മറ്റൊരർത്ഥത്തിൽ ദൈവത്തിന്റെ വിളികേട്ട് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമും ലോകത്തിന്റെ മനുഷ്യന്റെ വിളികേട്ട് ഇറങ്ങിയ ലോത്തും രണ്ടുപേരും ഒരുമിച്ചുള്ള യാത്രയാണ്. എല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ച ദേശത്തേക്ക് അബ്രഹാം യാത്രയായി. കൂടാരങ്ങൾ മാറ്റിയടിച്ച് അബ്രഹാം പ്രകാരം ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിയ അബ്രഹാമിനെ ദൈവം മഹാസമ്പന്നനാക്കി മാറ്റി എന്നാണ്. അബ്രഹാമിന് മാത്രമല്ല, അബ്രഹാമിനോടൊപ്പം യാത്ര പുറപ്പെട്ട ലോത്തും അനുഗ്രഹിക്കപ്പെട്ടു. അവനും സമ്പന്നനായിട്ട് മാറി. ദാസന്മാരും ദാസന്മാരും ഇടയന്മാരുടെയൊക്കെ എണ്ണം വർദ്ധിച്ചപ്പോൾ അബ്രഹാമിന്റെയും ലോത്തിന്റെയും ഇടയന്മാർക്ക് തമ്മിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായി. ഇനി ഒരുമിച്ച് പാർക്കുകയും ഒരുമിച്ച് മുൻപോട്ട് നീങ്ങുകയും ചെയ്യുന്നത് സുരക്ഷിതമല്ല, നല്ലതല്ല എന്ന് തോന്നിയിട്ട് അബ്രഹാം ലോത്തിനോട് പറയുകയാണ്: ലോത്തെ, നാം ഇനി ഒരുമിച്ച് മുൻപോട്ട് നീങ്ങുന്നത് നന്നല്ല. കാരണം നമ്മുടെ ദാസന്മാർക്ക് തമ്മിൽ ഇന്ന് പ്രശ്നമാണ്, ഇടയന്മാർക്ക് തമ്മിൽ ഇന്ന് പ്രശ്നമാണ്. അതൊരു പക്ഷെ നാളെ നാം തമ്മിലുള്ള ഒരു പ്രയാസമായിട്ട് മാറാതിരിക്കാനായിട്ട് നമുക്ക് ഇനി 2 വഴിക്ക് നീങ്ങാം. അബ്രഹാമിന് ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു. കാരണം ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിയത് അബ്രഹാമാണ്. അബ്രഹാമിനെയാണ് ദൈവം കനാൻ ദേശത്തേക്ക് നയിച്ചിരിക്കുന്നത്. പാലും തേനും ഒഴുകുന്ന നീരോട്ടുമുള്ള പ്രദേശം തിരഞ്ഞെടുത്ത് ദൈവം തനിക്ക് നൽകിയ പ്രദേശങ്ങളിലേക്ക് അബ്രഹാം യാത്ര ചെയ്യാം.
എന്നാൽ അബ്രഹാം അവിടെ തിരഞ്ഞെടുപ്പ് തന്റേതാക്കി മാറ്റുകയല്ല. അബ്രഹാം ലോത്തിനോട് പറയുകയാണ്, ലോത്തെ നീ തിരഞ്ഞെടുക്കുക. നിനക്ക് ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്ന പ്രദേശം നിനക്ക് തിരഞ്ഞെടുക്കാം. നിന്റെ തിരഞ്ഞെടുപ്പിന്മേൽ ഒരിക്കലും ഞാൻ ഇടപെടുകയില്ല. ഏതാണോ നീ തിരഞ്ഞെടുക്കുന്നത് അതിന് എതിരെയുള്ള ഇടം ഞാൻ തിരഞ്ഞെടുത്തോളാം. അബ്രഹാമിന്റെ ഈ തീരുമാനം ലൗകികമായിട്ട് ചിന്തിച്ചാൽ ഒരു മണ്ടത്തരമാണ്, മഠയത്തരമാണ്. ബുദ്ധിയില്ലാതെ ചിന്തിച്ച് ഒരുങ്ങാതെ അബ്രഹാം എടുത്തൊരു തീരുമാനമായിട്ട് നമുക്ക് തോന്നുമായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ കാര്യവിചാരകൻ എന്ന നിലയിൽ അബ്രഹാമിന്റെ തീരുമാനം ഏറ്റവും വിലമതിക്കുന്ന തീരുമാനമായിരുന്നു, ഏറ്റവും വിലയേറിയ തീരുമാനമായിരുന്നു. ദൈവത്തിലുള്ള തന്റെ സമ്പൂർണമായ ആശ്രയം വെളിപ്പെടുത്തുന്ന തീരുമാനമാണിത്. വിലമതിക്കാതെ നൽകുക എന്ന ഈ ദിവസത്തെ ചിന്ത നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒന്നാമത്തെ ദർശനം ഇതാണ്. കാര്യവിചാരകത്വം എന്നാൽ ദൈവാശ്രയത്തോടുകൂടിയ നൽകലാണ്, ദൈവാശ്രയത്തോടുകൂടിയ വിട്ടുകൊടുക്കലാണ്. ഒരുപക്ഷെ അബ്രഹാം നൽകി എന്നതിനേക്കാൾ വിട്ടുകൊടുത്തു എന്നതാണ്. തനിക്ക് ആടുമാടുകൾ ഉള്ളതാണ്, ദാസന്മാരുള്ളതാണ്, കൃഷികൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫലഭൂഷ്ടമായ പ്രദേശം, നീരോട്ടമുള്ള പ്രദേശം, പച്ചപ്പുള്ള പ്രദേശമാണ് തന്റെ മുമ്പോട്ടുള്ള ജീവിതയാത്രയ്ക്ക് ഏറ്റവും പ്രയോജനകരമായത്. എന്നാൽ അതൊന്നും അബ്രഹാം തിരഞ്ഞെടുക്കാതെ ലോത്തിന് തിരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകുകയാണ്. ലോത്ത് നീരോട്ടമുള്ള ഇടം തിരഞ്ഞെടുക്കുമ്പോൾ അബ്രഹാമിന് ഒരുപക്ഷെ നീരോട്ടം കുറഞ്ഞ, ഫലഭൂഷ്ടി കുറഞ്ഞ എതിർ പ്രദേശമാണ് അബ്രഹാമിന് തന്റെ കരങ്ങളിലേക്ക് ലഭ്യമാകുന്നത്. വേദപുസ്തകം തുടർന്ന് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അബ്രഹാമിന് അതൊരിക്കലും നഷ്ടമായിട്ട് മാറിയില്ല എന്നാണ്. ലാഭം നോക്കി നീരോട്ടമുള്ള ഇടം തിരഞ്ഞെടുത്ത ലോത്ത് പിന്നത്തേതിൽ താൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും സോദോം ഗോമറയിൽ കത്തി നശിക്കുന്നത് കാണുവാൻ കഴിയാതെ ഒരു രാത്രി ആ ദേശത്ത് നിന്നും ഇറങ്ങി ഓടേണ്ടി വന്നു എന്നാണ്. ഈ ലോകത്തിന്റെ സമൃദ്ധി കണ്ട്, ഈ ലോകത്തിന്റെ നീരോട്ടം കണ്ട് അത് തിരഞ്ഞെടുത്ത ലോത്തിന് തന്റെ ജീവിതത്തിൽ അത് അനുഭവിപ്പാൻ കഴിയാതെ പോകുമ്പോൾ സമാധാനത്തിന് വേണ്ടി, ബന്ധങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവത്തിന്റെ കാര്യവിചാരകൻ എന്ന നിലയിൽ വിശ്വസ്തയോടെ ഉചിതമായ തീരുമാനമെടുത്ത അബ്രഹാം, ഏറ്റവും നീരോട്ടമുള്ള ഇടം തന്റെ സഹോദരന്റെ പുത്രന് വേണ്ടി വിട്ടുകൊടുത്ത അബ്രഹാം ഒന്നും നഷ്ടമാക്കുന്നില്ല. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ നീ തലപൊക്കി നോക്ക്, നീ തലപൊക്കി നോക്ക്, നിന്റെ കണ്ണിന് എത്താൻ കഴിയുന്ന അകലങ്ങളിലേക്ക് നോക്ക്, വലത്തോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നീ നോക്ക്. നിന്റെ ദൃഷ്ടി പതിയുന്ന ഇടങ്ങളൊക്കെ ഞാൻ നിനക്കും നിന്റെ തലമുറയ്ക്കും ശാശ്വത അവകാശമായി നൽകും. താൽക്കാലികമായിട്ട് നൽകാമെന്നല്ല, ശാശ്വത അവകാശമായിട്ട് ഞാൻ നിനക്ക് നൽകും. നിന്റെ ദൃഷ്ടി എത്തുന്ന എല്ലാ ഇടങ്ങളും ഞാൻ നിനക്ക് ശാശ്വത അവകാശമായിട്ട് നൽകും. അബ്രഹാമിന്റെ തീരുമാനം മടയത്തരമായിരുന്നു? ഒരിക്കലുമല്ല. അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നൽകുവാൻ തയ്യാറാകുമ്പോൾ നഷ്ടങ്ങളല്ല, ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹമാണ് ലഭ്യമായത്. ചിലയിടങ്ങളിലൊക്കെ നാം വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ഒരുപക്ഷെ താൽക്കാലികമായിട്ട് നഷ്ടമാണ് എന്ന് ലോകത്തിന് തോന്നുമായിരിക്കാം. പക്ഷെ വേദപുസ്തകം പറയുന്നു അതൊന്നും നഷ്ടങ്ങളല്ല, നേട്ടങ്ങളായി സമൃദ്ധിയായി മടക്കി നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീരോട്ടമുള്ള ഇടങ്ങളിലാണോ നിങ്ങളുടെ ദൃഷ്ടി പതിയുന്നത്? അതോ സകലവും നൽകുവാൻ കഴിയുന്ന ദൈവത്തിലാണോ നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത്? ഒരുപക്ഷെ ഫലഭൂഷ്ടമായ ഇടം ലോത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അബ്രഹാം ദൈവത്തെയാണ് തിരഞ്ഞെടുത്തത്. സകലതിനെയും സൃഷ്ടിച്ച ദൈവത്തെയാണ് അബ്രഹാം തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുപ്പ് അവന്റെ ജീവിതത്തിൽ ഏറെ നന്മയ്ക്ക്, അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറുകയാണ്. അബ്രഹാമിന് ഒരു വലിയ ഉറപ്പുണ്ട്, എന്റെ ദൈവം എന്നോടൊപ്പമുണ്ട് എങ്കിൽ ഈ ലോകത്തിൽ മികച്ചത്, ശ്രേഷ്ഠമായത് എന്തൊക്കെ എനിക്ക് നഷ്ടമായാലും അതിനേക്കാളും ശ്രേഷ്ഠമായത് മടക്കി നൽകുവാൻ കഴിയുന്നവനാണ് കർത്താവ്. പ്രിയ ദൈവജനമേ, ദൈവം നൽകുന്നതിനേക്കാൾ വലുതാണ് ദൈവം എന്നത് തിരിച്ചറിയണം. ഈ ദൈവം നമ്മുടെ സ്വന്തമായിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് നഷ്ടമാകുവാൻ, നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല എന്ന തിരിച്ചറിവാണ് സമ്പൂർണമായ ആശ്രയത്തിലേക്ക്, ദൈവാശ്രയത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഈ ദൈവാശ്രയമാണ്, ദൈവത്തിലുള്ള സമ്പൂർണമായ ഈ ആശ്രയമാണ് വില കണക്കാക്കാതെ നൽകുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അബ്രഹാമിന് ദൈവത്തിലുള്ള ആശ്രയം അവനെ നൽകുവാൻ സഹായിച്ചു, വിട്ടുകൊടുക്കുവാൻ സഹായിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തനായ കാര്യസ്ഥനായിട്ട് നിലകൊള്ളുവാൻ അബ്രഹാമിന് കഴിയുന്നുണ്ട്. രണ്ടാമത്, വില കണക്കാക്കാതെ നൽകുക എന്ന ചിന്ത. ഈ കാര്യവിചാരക ഞായറിൽ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ബോധ്യം എന്താണ്? ഇന്നത്തെ സുവിശേഷ വേദഭാഗം മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
കർത്താവായ യേശുക്രിസ്തു ബഥാനിയയിലാണ്. ബഥാനിയയിൽ കർത്താവ് ഒരു വിരുന്നിലാണ്. കുഷ്ഠരോഗിയായ ശീമോന്റെ ഭവനത്തിൽ കർത്താവിനെ വിരുന്നിനെ ക്ഷണിച്ചിരിക്കുകയാണ്. കുഷ്ഠരോഗിയായ ശീമോൻ എന്നാണ് വേദപുസ്തകം രേഖപ്പെടുന്നത്. അതിന്റെ വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിലൂടെ സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗം മാറിയ ഒരു വ്യക്തിയാണ് ഈ ശീമോൻ എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. എന്തു തന്നെയായാലും ക്രിസ്തുവിലൂടെ നന്മ ലഭ്യമായ ഒരു മനുഷ്യൻ, കർത്താവിലൂടെ സൗഖ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ കർത്താവിൽ നിന്നും ഇനി എന്തെങ്കിലും നന്മ ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കർത്താവിനെ തന്റെ ഭവനത്തിൽ വിരുന്നിനായിട്ട് ക്ഷണിക്കുകയാണ്. ആ ഭവനത്തിൽ കർത്താവുണ്ട്, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുണ്ട്, സമൂഹത്തിലെ പ്രമുഖരായ ചില വ്യക്തികളുണ്ട്. ഇപ്രകാരം ഈ വിരുന്ന് ഒരുങ്ങിയിരിക്കുമ്പോൾ ആ ഇടത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ്. അവളുടെ കരത്തിൽ ഒരു ഭരണിയുണ്ട്. ആ ഭരണിക്കുള്ളിൽ സ്വച്ഛ ജടാമാംസി തൈലമാണ്. വെങ്കൽ ഭരണിയുമായി യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുന്ന ഈ സ്ത്രീ ആ ഭരണി പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന സ്വച്ഛ ജടാമാംസി തൈലം, ഏറ്റവും വിലയേറിയതായ പെർഫ്യൂം, കർത്താവിന്റെ ശിരസിലേക്ക്, തലയിലേക്ക് ഒഴിക്കുകയാണ്. ഏറ്റവും വിലപിടിപ്പുള്ള ഈ സുഗന്ധ തൈലം യേശുവിന്റെ ശരീരത്തിലേക്ക്, യേശുവിന്റെ ശിരസിലേക്ക് ഒഴിക്കുന്നത് കണ്ട ശിഷ്യന്മാർ ആ സ്ത്രീയെ ശകാരിക്കുന്നുണ്ട്. അവളോട് പറയുന്നുണ്ട്, നീ ചെയ്തത് ഒരു പാഴ്ചെലവാണ്, നിന്റെ ഒരു വർഷത്തെ സമ്പാദ്യമാണിത്. 300 വെള്ളിക്കാശിലധികം വിലമതിക്കുന്ന ഈ സമ്പാദ്യം നീ വെറുതെ ഒഴുക്കി കളഞ്ഞുവല്ലോ. അതൊരു പക്ഷേ ദരിദ്രന്മാർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അവർക്കെങ്കിലും പ്രയോജനപ്പെടുമായിരുന്നു. നിനക്ക് വേണ്ടി വച്ചിരുന്നുവെങ്കിൽ നിന്റെ ഭാവിക്ക് പ്രയോജനപ്പെടുമായിരുന്നു. പക്ഷേ ഈ നീ ചെയ്തത് പാഴ്ചെലവാണ് എന്ന് പറഞ്ഞ് അവളെ ശകാരിക്കുമ്പോൾ കർത്താവ് അവളെ അഭിനന്ദിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, എങ്കിൽ നീ ചെയ്തത് ഏറ്റവും നല്ല പ്രവൃത്തിയാണ്. ഇത് വെറും ഒരു പ്രവൃത്തിയല്ല, ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമാണ്. ഇതൊരു സുവിശേഷമാണ്. ലോകം ഉള്ള കാലത്തോളം നീ ചെയ്ത ഈ പ്രവൃത്തി സുവിശേഷമായി ലോകം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും, ഓർത്തുകൊണ്ടേയിരിക്കും. പുതിയ നിയമവേദഭാഗം, പ്രത്യേകിച്ച് സുവിശേഷ വേദഭാഗം നമുക്ക് നൽകുന്ന ചിന്ത ഇതാണ്: കാര്യവിചാരകത്വം ഏറ്റവും വിലയേറിയത് നൽകലാണ്. കാര്യവിചാരകത്വം എന്നാൽ ഏറ്റവും വിലയേറിയത്, ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിനായി സമർപ്പിക്കലാണ്, ദൈവത്തിനായി നൽകലാണ്. ശീമോൻ കർത്താവിനൊരു വിരുന്നൊരുക്കുകയാണ്. ശീമോൻ കർത്താവിന് വിരുന്നൊരുക്കുവാനായിട്ട് കാരണം രണ്ടായിരിക്കാം. ഒന്ന്, ഇന്നലകളിൽ കർത്താവ് ചെയ്ത ഏതോ അനുഗ്രഹം, ഏതോ ഒരു വിടുതൽ, ഏതോ ഒരു നന്മ, അതിന് നന്ദി സൂചകമായിട്ട് കർത്താവിനവൻ വിരുന്നൊരുക്കുകയാണ്. മറ്റൊന്ന്, ഒരുപക്ഷെ നാളുകളിൽ കർത്താവ് തനിക്ക് നൽകുവാൻ പോകുന്ന നന്മകളെ ഓർത്ത് കർത്താവിന് പ്രകാരം വിരുന്നൊരുക്കിയാൽ അതിലൂടെ താൻ അനുഗ്രഹിക്കപ്പെടും എന്ന് ചിന്തിച്ചിട്ട് കർത്താവിന് വിരുന്നൊരുക്കുകയായിരിക്കാം. അവന് വിരുന്നിന് ചിലവായത് തുച്ഛമായ കുറച്ചു തുകയാണ്. ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ ചിലവാണ് അവന് വരുന്നത്. എന്നാൽ അവൻ ഒരുക്കിയ ആ വിരുന്നിൽ അറിയപ്പെടുന്നത് ഒരു സ്ത്രീയാണ്. കാരണം അവളുടെ ഒരു വർഷത്തെ സമ്പാദ്യം, ഒരുപക്ഷെ അവളെ സംബന്ധിച്ച് അവളുടെ ആയുഷ്കാല സമ്പാദ്യമായിരിക്കാം അത് കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു പെൺകുട്ടി. എന്തുകൊണ്ടായിരിക്കാം അവൾ ഇത്രത്തോളം വലിയത് കർത്താവിന് വേണ്ടി നൽകിയത്? ആ സ്ത്രീക്ക് പറയുവാനുള്ള മറുപടി ഇതായിരിക്കാം: വിലമതിക്കാനാകാത്ത നന്മകൾ എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ നൽകി. വിലമതിക്കുവാനാകാത്ത അനുഗ്രഹങ്ങൾ കർത്താവ് എന്റെ ജീവിതത്തിൽ നൽകി. മടക്കി നൽകുവാൻ കഴിയാത്ത വിധത്തിൽ ഈ കർത്താവ് എന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് ആ കർത്താവിന് എനിക്ക് നൽകുവാൻ കഴിയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് ആയിരിക്കണം. ഇതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവിന് എനിക്കൊന്നും നൽകുവാനില്ല. അതുകൊണ്ട് എന്റെ ഭവനത്തിൽ, എന്റെ കരങ്ങളിൽ ഏറ്റവും വിലപിടിപ്പായി ഉണ്ടായിരുന്നത് ഞാനിതാ കർത്താവിനായി സമർപ്പിക്കുകയാണ്. സ്വച്ഛ ജടാമാംസി തൈലം, സ്പൈക്ക് നാട് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഭാരതത്തിലെ ഹിമാലയ താഴ്വരകളിൽ കാണപ്പെടുന്ന ഒരു ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതാണ് ഈ സുഗന്ധദ്രവ്യം എന്നാണ് ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഉത്തമഗീതങ്ങളിലും പഴയ നിയമത്തിൽ പലയിടങ്ങളിലും സ്പൈക്ക് നാടിനെ കുറിച്ച്, ജടാമാംസിയെ കുറിച്ച് പറയുന്നുണ്ട്. മലയാളത്തിൽ ജടാമഞ്ചി എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ഇപ്രകാരം ഭാരതത്തിൽ നിന്നും ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അതിനും മുൻപുള്ള കാലഘട്ടങ്ങളിലും പാലസ്തീനിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ഈ സുഗന്ധദ്രവ്യമാണ് അവൾ യേശുവിന്റെ തലയിലേക്ക് ഒഴിക്കുന്നത്. ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഏറെ വിലയുള്ളതായ ഒരു സുഗന്ധ തൈലം. തനിക്കുള്ളത് മുഴുവനും, ഒരുപക്ഷെ തന്റെ സമ്പാദ്യത്തിന് നല്ലൊരു പങ്ക് കർത്താവിന് വേണ്ടി അവൾ സമർപ്പിക്കുമ്പോൾ എന്തായിരിക്കാം അതിലൂടെ അവൾ ചിന്തിക്കുന്നത്? എന്തായിരിക്കാം അതിലൂടെ അവൾ കണക്കാക്കുന്നത്? തന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് കർത്താവിന് വേണ്ടി നൽകുന്നതിലൂടെ അവൾ തനിക്ക് കർത്താവിനോടുള്ള തന്റെ ആരാധന,
തനിക്ക് കർത്താവിനോടുള്ള തന്റെ നന്ദിയാണ് അവൾ വെളിപ്പെടുത്തുന്നത്. ആ സ്ത്രീ പറയുന്നത്, വിലമതിക്കാനാകാത്ത നന്മകൾ എന്റെ കർത്താവ് നൽകി. ഒരിക്കലും ഞാൻ നൽകുന്നതിലൂടെ കർത്താവിനെ തൃപ്തിപ്പെടുത്തുകയല്ല, പിന്നെയോ എന്റെ മനസ്സ് അതിലൂടെ വെളിപ്പെടുത്തുകയാണ്. എന്തു നൽകിയാലും മതിവരാത്ത വിധത്തിൽ കർത്താവ് എന്നെ കരുതുന്നുണ്ട്, കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സ്ത്രീ ആരാണ് എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. സമാന്തര സുവിശേഷങ്ങളിൽ അത് ലാസറിന്റെ സഹോദരി മറിയയായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത്തരം ഒരു വിരുന്നിൽ ലാസറും പങ്കെടുത്തിരുന്നുവെന്നും യോഹന്നാൻ രേഖപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മരിച്ചുപോയ തന്റെ സഹോദരനെ മടക്കി നൽകിയ കർത്താവ്, ആ കർത്താവിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വിലപിടിപ്പുള്ളത് അവൾ കർത്താവിന് നൽകി എന്നതാണ്. ഭരണി നിറയെ സ്വച്ഛജടാമാംസ തൈലം പഴയ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് കർത്താവിന്റെ കാലഘട്ടങ്ങളിൽ സ്ത്രീധനമായിട്ട് സ്ത്രീകൾക്ക് നൽകിയിരുന്നതാണ്. അവർ സമ്പാദ്യമായിട്ട് കരുതി സൂക്ഷിച്ചിരുന്നതാണ് ഇതൊക്കെ. ഇത്തരത്തിൽ നാളെ തന്റെ ജീവിതത്തിൽ, തന്റെ ഇല്ലായ്മകളിൽ, തന്റെ ഞെരുക്കങ്ങളിൽ തനിക്ക് പ്രയോജനപ്പെടേണ്ടുന്നത് തന്റെ പൂർവികരിലൂടെ കൈമാറി കിട്ടിയത് എന്നും കരുതൽ ധനമായിട്ട് സംരക്ഷിക്കേണ്ടുന്നത് അവൾ കർത്താവിനായിട്ട് നൽകുന്നതിലൂടെ അവൾ പ്രഖ്യാപിക്കുകയാണ്, എന്റെ സമ്പത്തും എന്റെ ജീവിതവും ഇനി ക്രിസ്തുവാണ്, കർത്താവല്ലാതെ മറ്റ് സമ്പാദ്യങ്ങൾ എനിക്കില്ല. തനിക്ക് തന്റെ കർത്താവിലുള്ള സമ്പൂർണമായ ആശ്രയമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുക. എന്നെ കേൾക്കുന്ന യുവജനമേ, കർത്താവിന് വേണ്ടി ഏറ്റവും വിലയേറിയത് നിങ്ങൾക്ക് നൽകുവാനായിട്ട് കഴിയുമോ? ദേവാലയത്തിൽ നിങ്ങൾ ഇടുന്ന നാണയത്തുട്ടുകളല്ല ഏറ്റവും വിലയേറിയത്. കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വിലയേറിയത് നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ഹൃദയമാണ്. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ നാം തയ്യാറാണോ? ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണമായിട്ടും സമർപ്പിക്കുവാനായിട്ട് നാം തയ്യാറാണോ? നമ്മുടെ ജീവിതങ്ങളെ ജീവനുള്ള ആരാധനയായി, യാഗമായിട്ട് സമർപ്പിക്കുവാൻ തയ്യാറാണോ? അവിടെയാണ് ഒരു യഥാർത്ഥ കാര്യവിചാരകനായിട്ട് നാം മാറുന്നത്. കാര്യവിചാരകന്മാരായി നമ്മിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഏറ്റവും വിലയേറിയത് നൽകുന്നവനായിരിക്കണം എന്നതാണ്. വില കണക്കാക്കാതെ നൽകുക എന്ന ഈ ഞായറാഴ്ചത്തെ ചിന്ത നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന രണ്ടാമത്തെ ദർശനം ഇതാണ്. കാര്യവിചാരകത്വം എന്നാൽ ഏറ്റവും വിലയേറിയത് കർത്താവിനായിട്ട് നൽകുക എന്നതാണ്. മൂന്നാമതായി, ഇന്നത്തെ ലേഖന വേദഭാഗമായിട്ട് നൽകിയിരിക്കുന്ന 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വേദഭാഗം. ഈ വേദഭാഗം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ചിന്ത കാര്യവിചാരകത്വം ദൈവകൃപയോടെ നൽകുക എന്നാണ്. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നൽകുക എന്നതാണ്. കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന 2ാമത്തെ ലേഖനമാണിത്, 2ാമത്തെ കത്താണ്. കൊരിന്ത് സഭയ്ക്ക് എഴുതിയ 1ാമത്തെ കത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആ സഭയോട് പറയുന്നുണ്ട്, യെരുശലേമിലെ ജനം, യെരുശലേമിലെ വിശ്വാസികൾ, യെരുശലേമിലെ വിശുദ്ധന്മാർ വളരെയധികം കഷ്ടതയിലൂടെ, പീഡനങ്ങളിലൂടെ, ദാരിദ്ര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് നാം അവരെ കരുതേണ്ടതുണ്ട്, സാമ്പത്തികമായിട്ട് നമുക്ക് അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. കൊരിന്ത് സഭ വളരെ സന്തോഷത്തോടെയാണ് പൗലോസിന്റെ ആഹ്വാനം ഏറ്റെടുത്തത്. എന്നാൽ ചില ദിവസം കഴിയുമ്പോൾ ആരംഭത്തിൽ ഉണ്ടായിരുന്ന ഒരു താല്പര്യം അവരിൽ ഇല്ലാതെയായി. പ്രതീക്ഷിച്ചതുപോലെ കൊരിന്ത് സഭയിൽ നിന്നും സാമ്പത്തികമായ നന്മകൾ കണ്ടെത്തുവാനായിട്ട് കഴിയാതിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ആ സഭയെ ഓർമ്മപ്പെടുത്തുകയാണ് യെരുശലേമിലെ ജനതയുടെ അവസ്ഥയെക്കുറിച്ച്. അതിന് പൗലോസ് അപ്പോസ്തലൻ മുമ്പിൽ വയ്ക്കുന്നത് ഒരു മാതൃകയാണ്. കൊരിന്ത് സഭയോട് പൗലോസ് പറയുകയാണ്, മക്കെദോനിക്ക സഭയെ ഓർക്കുക. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ പൗലോസ് പ്രകാരം പറയുന്നുണ്ട്, സഹോദരന്മാരെ, മക്കെദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായിട്ട് തീർന്നു. പിന്നീട് തുറന്നുള്ള വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും ആ സഭ നൽകി എന്നതാണ്. മക്കെദോനിയയിലെ സഭകൾ, ഫിലിപ്പേ സഭ, തെസ്സലോനിക്ക സഭ, ബെരോദ സഭ, ഈ 3 സഭകൾ അടങ്ങുന്നതാണ് ഫിലിപ്പിയിലെ സഭ. ഈ 3 സഭകളും യെരുശലേമിലെ വിശ്വാസികളെ കരുതി. യെരുശലേമിലെ വിശ്വാസികൾ കഠിനമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. സ്തേഫാനോസ് തുടങ്ങി അങ്ങോട്ട് പീഡനങ്ങളുടെ കാലത്തിലൂടെയാണ് സഭ കടന്നുപോയത്. ഒരു കാലഘട്ടത്തിൽ പൗലോസ് ആകുന്നതിന് മുമ്പ് ശൗലായിരിക്കുമ്പോൾ ഈ പീഡനങ്ങൾക്ക് പൗലോസ് നേതൃത്വം നൽകിയതാണ്. ആ പീഡന പരമ്പര ഇന്നും അവസാനിച്ചിട്ടില്ല. ദാരിദ്ര്യത്തിലൂടെ ജനം കടന്നു പോവുകയാണ്. അതുപോലെ തന്നെ കഠിനമായ ഒരു ക്ഷാമം ആ ദേശത്തിൽ പിടിപെടുകയും ആ ക്ഷാമത്തിലൂടെ കടന്നു വന്ന ദാരിദ്ര്യം അവർ അനുഭവിക്കുന്നുണ്ട്. കൊരിന്ത് സഭയുടെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ
അനേകം വാണിജ്യ കേന്ദ്രങ്ങൾ ഉള്ള ഇടമാണ്. പൊതുവെ സമ്പന്നരായ ജനമാണ്. മക്കതോനിയയിലെ 3 സഭകളുടെയും അവസ്ഥ അതല്ല. 168 BC റോമാ സാമ്രാജ്യം ആദേശം പിടിച്ചടക്കിയ നാൾ മുതൽ കഠിനമായ ദാരിദ്ര്യത്തിലൂടെയാണ് ഈ ജനത കടന്നു പോകുന്നത്. സാമ്പത്തിക മാന്ദ്യം അവരെ വലിക്കുന്നുണ്ട്. കഠിനമായ നികുതി ഭാരത്താൽ തങ്ങൾ സമ്പാദിച്ച് നേടുന്നതെല്ലാം നികുതിയായിട്ട് നൽകേണ്ടി വരുന്ന ജനം, തങ്ങളുടെ തന്നെ ദാരിദ്ര്യങ്ങളിലൂടെ ഈ ജനം കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ യെരുശലേമിലെ സഭയെ കരുതേണ്ടതിനെ കുറിച്ച് മക്കതോനിയയിലെ സഭകളോട് പൗലോസ് ആവശ്യപ്പെട്ടില്ല. പക്ഷെ ആവശ്യപ്പെടാതിരുന്നിട്ടും ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ലഭ്യമായിട്ട് ഈ ജനം നൽകുവാനായിട്ട് തുടങ്ങി. അവർ ദാരിദ്ര്യത്തിലായിരിക്കുമ്പോഴും അവരുടെ ഇല്ലായ്മയിലും യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഈ സഭ നൽകി. പൗലോസ് പറയുന്നത് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും അവർ നൽകി എന്നതാണ്. കടക്കെണിയിൽ, കഠിനമായ ദാരിദ്ര്യത്തിൽ, കഠിനമായ ശോധനയിലൂടെ കടന്നു പോകുമ്പോഴും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റൊരു ജനവിഭാഗത്തെ, മറ്റൊരു വിശ്വാസ സമൂഹത്തെ കരുതുവാൻ മക്കതോനിയയിലെ സഭ തയ്യാറായി. പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്, ഇപ്രകാരം ഒരു കൃപയ്ക്കായി നിങ്ങളും പ്രാർത്ഥിക്കുക. നിർബന്ധത്താൽ നൽകണമെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല, മനസ്സൊരുക്കത്തോടെ നൽകുവാനായിട്ട് തയ്യാറാവുക. കാര്യവിചാരകന്മാരായി നമ്മിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവകൃപയിൽ ആശ്രയിച്ച് നൽകുന്നവരായി മാറുക എന്നാണ്. സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ദാരിദ്ര്യങ്ങളിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി, ബലഹീനതയിലായിരിക്കുന്നവർക്ക് വേണ്ടി നൽകുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷെ നാം നൽകുന്നത് ഏതിൽ നിന്നാണ്? നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാളേക്ക് വേണ്ടി നമുക്ക് ലഭ്യമായത് മാറ്റിവെച്ചിട്ട് എന്തെങ്കിലും ശേഷിപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടെങ്കിൽ അതിൽ നിന്നും നൽകുവാൻ ശ്രമിക്കുന്നവരാണോ? അതോ നമുക്ക് വേണ്ടി നാം മാറ്റിവെച്ചതുപോലും എടുത്തു നൽകുവാൻ കഴിയുന്ന വിധത്തിലുള്ള ദൈവത്തിന്റെ കൃപ നമ്മിൽ ഉണ്ടോ? പലപ്പോഴും നമ്മുടെ നൽകൽ എന്ന് പറയുന്നത് നീക്കിയിരിപ്പുകളിൽ നിന്നാണ്, ശേഷിപ്പുകളിൽ നിന്ന് നൽകുവാൻ ശ്രമിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ വേദപുസ്തകം നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ഈ ദിവസത്തെ ചിന്ത നമുക്ക് നൽകുന്ന ആഹ്വാനം ശേഷിപ്പുകളിൽ നിന്നും നൽകുക എന്നതല്ല, മനസ്സൊരുക്കത്തോടെ സമ്പൂർണമായി ദൈവകൃപയോടെ നൽകുക എന്നതാണ്. ചിലയിടങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി നാം മാറ്റിവെച്ചത്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം മാറ്റിവെച്ചത് പോലും നൽകുവാൻ തയ്യാറാകുന്നിടത്താണ് യഥാർത്ഥമായ ദൈവീക നൽകലിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയുക. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നമ്മെ കാര്യവിചാരകന്മാരായി ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തിലെ സകലവും ദൈവത്തിൻ്റെതാണ്. നാം ആരും ഉടമസ്ഥന്മാരല്ല, നാം എല്ലാവരും കാര്യവിചാരകന്മാരാണ്. കാര്യവിചാരകന്മാരായിട്ട് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മിൽ അത്രത്തോളം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നതാണ്. വിശ്വസ്തരായ ദാസന്മാരെന്ന് കണ്ടാണ് ഈ ദൗത്യം ദൈവം നമ്മുടെ മേൽ നൽകിയിരിക്കുന്നത്. വ്യത്യസ്തങ്ങളാകുന്ന നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ നൽകും. അത് സാമ്പത്തികമായിട്ടാകാം, വിഭവങ്ങളായിട്ടാകാം, ദൈവത്തിന്റെ കൃപയായിട്ടാകാം. ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുവാനല്ല, മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് പങ്കിടേണ്ടുന്നത്? വില കണക്കാക്കാതെ നൽകുവാൻ തയ്യാറാവുക എന്നതാണ്. വില കണക്കാക്കാതെ നൽകുവാൻ തയ്യാറാവുക. അബ്രഹാമിനെ പോലെ ദൈവ ആശ്രയത്തോടെ നൽകുവാൻ, ബഥാനിയിലെ ആശ്രയെ പോലെ ഏറ്റവും മികച്ചത് നൽകുവാൻ, മക്കതോന്യ സഭയെ പോലെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നൽകുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധ്യമാകണം. നൽകുക എന്നത്, ദാനം നൽകുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ശീലമായിട്ട് മാറണം. കാര്യവിചാരകന്മാരായി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ വിശ്വസ്തരായി ആ ദൗത്യം നിർവഹിക്കുവാൻ, വില കണക്കാക്കാതെ നൽകുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.